ഇൻഎക്സ്പെർട്ട് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഞാൻ സെയിൽസിൽ 14 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ എനിക്ക് 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എൻ്റെ ഈ 14 വർഷമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നി. ഈ അക്കൗണ്ട്സ് ഒരു പേപ്പർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി എത്ര ശ്രമം നടത്തിയാലും അത് സക്സസ് ആയിട്ട് പോവില്ല. 14 വർഷമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലും 23 വർഷമായിട്ട് UAE ബിസിനസ് ചെയ്യുന്ന എൻ്റെ മുൻപത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത 2 ബിസിനസ് ഓണേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണിത്. ഒട്ടുമിക്ക എല്ലാ മലയാളി ഓണ്ടർപ്രണേഴ്സും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ഇത് തന്നെയായിരിക്കും. ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും. ഓരോ മാസത്തിലെയും സെയിൽസ് ടാർഗറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായ സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യണം. ആരായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങളുടെ ബിസിനസ്സിലെ റിക്വയർഡ് ഫണ്ട് എത്രയാണ്, നിങ്ങളുടെ ബിസിനസ്സിലെ വിഷൻ പ്രകാരം എത്രയാണോ ആ മാസം സെയിൽസ് ടാർഗറ്റ് വരേണ്ടത്, ഇത് രണ്ടിൻ്റെയും ബേസിലായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിലെ സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും നിങ്ങളുടെ ബിസിനസ്സിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഇങ്ങനെ വളരെ ഇഫക്റ്റീവായ ഒരു ബ്ലെൻഡിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ, ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങളിൽ നല്ലപോലെ അവയർനെസ് ഉണ്ടാവണം. അത് കൃത്യമായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ബിസിനസ്സിലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നടത്താം? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സെയിൽസ് ഇംപ്രൂവിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിനെ എങ്ങനെ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് റീഡ് ചെയ്യാം? എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള എക്സ്പെൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം? നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഒരു ഡ്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരാം? നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കൃത്യമായിട്ടും ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആയിരിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് വരാൻ തക്ക പാകത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആക്കുക? എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു വളരെ ഇഫക്റ്റീവായ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക? ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൂടെയാണ് എൻ്റെ 1 ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ടാവുക. ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. താങ്ക് യു.